ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ച് വെച്ചെടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്പ്രേ അടിക്കുക അല്ലേ? സ്പ്രേ അടിക്കൽ, അതായത് മുസ്ലിം പെൺകുട്ടികൾ പുറത്ത് പോകുമ്പോൾ സ്പ്രേ അടിക്കുന്നത് ഇസ്ലാമിൽ തെറ്റാണ്, ഹറാമാണ് എന്ന്. ഈ അടുത്ത് ഒരു പെൺകുട്ടി സ്പ്രേ അടിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കുറച്ച് ട്രോൾസൊക്കെ ആ പെൺകുട്ടിക്ക് നേരെ കണ്ടു. കുറച്ച് അവൾ വേറെ എന്തോ ചെയ്തത്, അപ്പോൾ ഇത് ഹറാമല്ലേ, സ്പ്രേ അടിക്കുന്നത് മാത്രമാണോ ഹറാം, അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഞാനതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും സ്പ്രേ അടിക്കുന്നത് ഹറാമാണെന്ന് പറയുന്നത് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത് എൻ്റെ സംശയങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ വീക്ഷണങ്ങളുമാണ്. അല്ലാതെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ സംസാരിക്കാനോ വേണ്ടിയൊന്നുമല്ല. നമ്മൾ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാനുള്ള ഒരു സ്പേസ്, അത് മാത്രമാണ് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്പ്രേ അടിക്കുന്നതിൻ്റെ വിധി. ഓക്കെ, അപ്പോൾ ഞാനിത് വിധി പറയാനായിട്ട് എന്താ പറയുക, മതം പഠിച്ച് മതഗ്രന്ഥങ്ങളൊക്കെ നോക്കി വായിക്കുന്ന ആ പരിപാടിയൊന്നും അല്ല കേട്ടോ. ഓക്കെ, ഞാൻ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ നിന്ന് പഠിച്ച എൻ്റെ സംശയങ്ങൾ, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്പേസ്, അത് മാത്രമാണിത്. അല്ലാതെ വേറൊരു രീതിയിലും ഇതിനെ എടുക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു വന്ന ടോപ്പിക്ക് ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ വീണ്ടും മിസ്റ്റേക്ക് പറ്റിപ്പോയതിന് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നു പോകും. ഓക്കെ, അതായത് സ്പ്രേ അടിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഹറാമാണ് എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്പ്രേ അടിച്ച് പുറത്തിറങ്ങുന്നത് ഇസ്ലാമിൽ ഹറാമാണ് എന്നാണ്. അതായത് എന്തുകൊണ്ട് ഇസ്ലാമിൽ ഇത് ഹറാമാവുന്നു എന്നതാണ് അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം. പക്ഷേ ഇത് സ്പ്രേ അടിക്കുന്നത് ഹറാമാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ വിധിക്ക് പിന്നിലുള്ള കാരണങ്ങൾ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി വന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ആരും അന്വേഷിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു സ്പ്രേ അടിക്കുന്നതിൻ്റെ കാര്യത്തിൽ തോന്നി. സ്പ്രേ അടിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതായത് ഇസ്ലാമിൽ ഒരു മുസ്ലിം പെൺകുട്ടി പുറത്തിറങ്ങുമ്പോൾ അവൾ സ്പ്രേ അടിക്കുന്നത്, എല്ലാവരും സ്പ്രേ അടിക്കുന്നതിനാണ് ഒരു മണം വരാം, ഇനിയിപ്പോൾ വല്ല വിയർപ്പിൻ്റെ സ്മെല്ലോ മറ്റോ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ഒരു സ്മെല്ല് ചെയ്യരുത്, അങ്ങനെയുള്ളൊക്കെ ഉദ്ദേശത്തോടെയാണ് സ്പ്രേ അടിക്കുക. പൊതുവേ അങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുക അല്ലേ? സ്പ്രേ കൊണ്ട് വേറെ ഒന്നും ഉദ്ദേശിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് സ്പ്രേ അടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അടിച്ച് പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത്, എങ്ങനെയാണ് ഹറാമാവുന്നത് എന്ന് ഞാൻ ചിന്തിച്ചപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്പ്രേ അടിക്കുന്നതിന് അതിന് മുമ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു പെൺകുട്ടി ഒരാളെ വശീകരിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ ഒരു കാര്യം ചെയ്യരുത്, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ സ്പ്രേയുടെ മണം എന്ന ആ ഒരു രീതിയിലാണ് സ്പ്രേ ഹറാമാക്കി കാണുന്നത്. അതായത് അത്രയും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്പ്രേ അടിച്ച് ഒരാളെ ആകർഷിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യരുത് എന്നത് മാത്രമാണ് അവിടെ ഉള്ളത്. അതിലാണ് ഈ സ്പ്രേ അടിക്കൽ വരുന്നത്. ഓക്കെ, അതിപ്പോൾ എങ്ങനെയാണെങ്കിലും തെറ്റാണല്ലോ. ഒരു പെൺകുട്ടി ഒരാണിനെ വശീകരിക്കുന്ന രീതി, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വശീകരിക്കാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റാണ്. അതിലേക്ക് ഈ സ്പ്രേ അടിക്കൽ കൂട്ടിക്കലരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് ചെയ്യരുത്, അതിന് ആ ഒരു രീതിയിൽ ഒരു കാര്യം ചെയ്യരുത്. അതായത് ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം വരുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഇസ്ലാമിലെ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ സ്പ്രേ അടിക്കരുത്, അത് ഹറാമാണ് എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒരു എന്താ പറയുക, അന്യപുരുഷനെ വശീകരിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിധിയാണ് ഇവിടെ നടപ്പിലായത്. പക്ഷെ പുറത്ത് വന്ന വിധി സ്പ്രേ അടിക്കുന്നത് തെറ്റാണ് എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിങ്ങനെയല്ല, അല്ലാതെ ഈ വിധി ഇങ്ങനെ പറയുന്നെങ്കിൽ അതിൻ്റെ പിന്നെ ഒരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പലർക്കും പറ്റാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പല ഉസ്താദുമാരാണ് ഇതിൽ ശരിക്കും മതപ്രഭാഷണങ്ങളിലൊക്കെ അവർ പറയുന്ന വാക്കുകൾ, അതൊക്കെയാണ് പലരും തെറ്റിദ്ധരിച്ചു പോകുന്നത്. ഇസ്ലാം എന്തോ വലിയ പെണ്ണിനെ അങ്ങ് അടച്ചു പൂട്ടി, പെണ്ണിനെ അടിമയാക്കി, പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം നിഷേധിച്ചെന്തോ ചെയ്യുന്നൊരു മതമായിട്ട് പലരുടെയും മതപ്രഭാഷണങ്ങളിലെ വ്യാഖ്യാനങ്ങൾക്ക്
ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ആ രീതിയിലായി പോകുന്നത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ എൻ്റെ തോന്നലാവാം, ചിലപ്പോൾ ശരിയായിരിക്കാം. ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് മതപ്രഭാഷകരുടെ ഒരു ഇതാണ്. പക്ഷെ അവർക്ക് അവരുടെ ടോപ്പിക്ക് ഏറ്റവും ബെസ്റ്റാക്കുക എന്ന രീതിയിലായിരിക്കും പലരും ആ രീതിയിൽ ചെയ്യുന്നത്. ഈ അടുത്ത് ഞാൻ കേട്ട ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ കേട്ടൊരു കാര്യമാണ്, സ്റ്റാറ്റസായിട്ട് സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ വെക്കുന്നത് ഹറാമാണത്രേ ഇസ്ലാമിൽ. എനിക്കറിയില്ല ആ വിധി ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ആകെ അത്ഭുതം, എന്താ പറയുക, സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് വെക്കുന്നതിൽ എന്ത് ഹറാമാണുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിന് വിധിയെക്കുറിച്ച് പറയാൻ അറിയില്ല. കാരണം ഞാൻ പറഞ്ഞ അത്ര വലിയ എന്താ പറയുക, മതം അരക്കി കുടിച്ച് പഠിച്ചിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അത് എനിക്കറിയില്ല. പക്ഷേ ഒരു സാധാരണക്കാരനെന്ന നിലയിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതേ ഉസ്താദിൻ്റെ പ്രഭാഷണം പലരും സ്റ്റാറ്റസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഹറാമില്ല. പെൺകുട്ടികൾ അതേ ഉസ്താദിൻ്റെ പ്രഭാഷണം സ്റ്റാറ്റസ് വയ്ക്കുന്നത്, അതായത് ഉസ്താദിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് വയ്ക്കുന്നതിൽ തെറ്റില്ല, പിന്നെ സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് വയ്ക്കുന്നത് തെറ്റാണ് എന്ന് പറച്ചിൽ പോലെ ആയിപ്പോവും അങ്ങനെ, അല്ലേ? അപ്പോൾ നമുക്ക് രണ്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പലതും. എല്ലാം ഓരോരുത്തർ അവരവരുടെ, എന്താ പറയുക, ഒന്നെങ്കിൽ അവരവരുടെ പ്രഭാഷണം കൊഴുപ്പിക്കാൻ വേണ്ടി പറയുന്ന കുറച്ച് വലിയ വലിയ കാര്യങ്ങൾ, അത് തെറ്റായി എടുക്കുന്ന രീതികൾ, വ്യാഖ്യാനങ്ങൾ, അങ്ങനെയൊക്കെയാണ് പല ഇസ്ലാം വിധികളും വന്നിട്ടുള്ളത്. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ തൊട്ടം പിടിച്ചതെല്ലാം ഹറാമ് ഹറാമ് ഹറാം, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്, ഇത് ഹറാമാണ്. ഈ ഹറാമോ എന്ന് കേട്ട് ഒരുമാതിരി ഒരു തഴമ്പിച്ച ഒരു മനസ്സായിപ്പോയി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഹറാമ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം, എന്താ പറയുക, പുച്ഛമായെന്നൊരവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല പെൺകുട്ടികളും ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞങ്ങളല്ലേ, ഈ അടുത്ത് ഒരു പെൺകുട്ടി പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ, നരകമല്ലേ എനിക്കുള്ളതല്ല, അത് ഞാൻ അനുഭവിച്ചോളാം. കാരണം എല്ലാവർക്കും ഒരുതരം മടുപ്പ് വന്നുപോയി. എന്ത് പറയുമ്പോഴും ഈ ഹറാമ് എന്ന്, അപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇസ്ലാമിൽ തന്നെ, ഇതിന് ഖുർആനിൽ തന്നെ ഒരു പരിഹാരം പറയുന്നുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. അപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു എന്ന്. ഞാൻ ആ കാറ്റഗറിയിലുള്ളതാണ് എന്ന് കരുതി ഞാൻ ശരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ എൻ്റെ ചിന്തയിലുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നു എന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നൊരു കാര്യം. അല്ലാതെ മറ്റൊരാളെ മതത്തിന് പറയാനോ അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ പറയാനോ ഒന്നുമല്ല. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ എനിക്കൊരു സ്പേസ്, അതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അവിടെ എൻ്റെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞാൻ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ പല മതനിയമങ്ങളും അങ്ങനെയാണ്. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ എല്ലാം ഹറാമാണ്, തൊട്ടതും പിടിച്ചതൊക്കെ ഹറാമാണ് എന്നല്ല. പലതും പലയിടത്തും ഉള്ള വ്യാഖ്യാനങ്ങളിൽ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയതിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറ്റുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.